അടുത്തത് മിഥുനക്കൂറാണ്. ജമിനി എന്നാണ് പറയുക. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദം. തിരുവാതിര പുണർദം മുക്കാല് അഥവാ പുണർദത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. മിഥുനക്കൂറുകാർക്ക് ഭാഗ്യസ്ഥാനം നല്ലതാണ്. അവിടെ പ്രധാനപ്പെട്ട ബുധശുക്രാദി ഗ്രഹങ്ങൾ ഉണ്ട്. വിദേശ സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങളോ ജോലിയോ ഒക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് നല്ലതാണ്. പഠന മേഖലയിലുള്ളവർക്കും അധ്യാപനവും പഠനവും ഈ കാര്യങ്ങളിലൊക്കെ ഉള്ളവർക്കും ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്ര ധാരാളം ആയിട്ട് വേണ്ടിവരും. യാത്ര അതുകൊണ്ടുണ്ടാകുന്ന ചിലവും വളരെ ഉണ്ടാകും. എങ്കിൽ പോലും യാത്ര കൊണ്ട് പിന്നീട് നേട്ടമുണ്ടാകുന്ന നല്ല യാത്രകളായിരിക്കും നടത്തുക. അതൊരു അനാവശ്യ ചിലവ് എന്ന് പറയാൻ സാധിക്കുന്നില്ല. ആരോഗ്യപരമായിട്ട് നാഡീ സംബന്ധമായിട്ടുള്ള ചില അസ്വസ്ഥതകളുണ്ടാകാം. അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രക്തസമ്മർദ്ദവും കൂടാൻ സാധ്യതയുണ്ട്. ശരീരവേദന പൊതുവെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് ഗുരുജനങ്ങളുടെയും പിതൃജനങ്ങളുടെയും ഒക്കെ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു കാലമാണ്. അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ കൊണ്ട് അവർ സന്തോഷിക്കുകയും അതൊരു അനുഗ്രഹമായിട്ട് നമ്മളിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ്. പരിഹാരം ആയിട്ട് അവർ ചെയ്യേണ്ടത് വിഷ്ണു ക്ഷേത്ര ദർശനവും അലങ്കാരാദി പൂജകൾ അഥവാ മാല സമർപ്പിക്കുക, നെയ്വിളക്ക് സമർപ്പിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് നല്ല ഫലങ്ങൾ ഉണ്ടാകാൻ കാരണമായിട്ട് വരും.